ഗൈസ്, നമ്മുടെ കൊടുക്കുമലയുടെ അവസ്ഥയാണിത്. സൺറൈസ് ഒന്നും കാണാനില്ല. സൺറൈസ് ഗൈസ്. ഇതാണ് അവസ്ഥ. ഫുൾ ജീപ്പാണ്. 10,200 ജീപ്പാണ് ഇന്ന് കയറിയെന്നാണ് പറയുന്നത്. ഞാനും അർജുനും ഒരു ടെൻറ്റിൽ കിടന്നു. മാജിഫും അവൻ്റെ വൈഫും വേറൊരു ടെൻറ്റിൽ. അങ്ങനെ 4 പേര് 2 ടെൻറ്റിലായിട്ടാണ് കിടന്നത്. ഇങ്ങനെയായിരുന്നു നമ്മുടെ സ്റ്റേ. ഇന്നലെ നൈറ്റ് കാണിക്കാൻ പറ്റില്ല. രാത്രിയായി. ഇവിടെ എത്തുമ്പോഴേക്ക് 12 മണി ആയിട്ടുണ്ട്. നല്ലൊരു വ്യൂ ഒക്കെ കണ്ടിട്ടുള്ള ഒരു ടെൻറ്റ് സ്റ്റേ. അടിപൊളിയാണ്. ഇതിന് നമുക്ക് ചാർജ് വന്നത് ഒരാൾക്ക് 500 രൂപയാണ് വിത്തൗട്ട് ഫുഡ് പാക്കേജൊക്കെ ആയിട്ട് വരുമ്പോൾ 700-900 റേഞ്ചിൽ വരും. കുറേ ടെൻറ്റ് ഉണ്ട് ഇവിടെ. നിയോ ടെൻറ്റ് എന്നാണ്. കൊളുക്കുമല അടുത്താണ്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് കൊളുക്കുമല ട്രക്കിങ് കഴിഞ്ഞു വന്നു, എല്ലാം പാക്ക് ചെയ്തു. ഇനി നമ്മൾ നേരെ കൊടൈക്കനാൽ പൂണ്ടി സൈഡ് പിടിക്കണം എന്നാണ് ഉദ്ദേശം. ഓക്കെ, എന്നിട്ട് പൂണ്ടിയിൽ സ്റ്റേ ചെയ്യാനാണ് നോക്കുന്നത്. ഗൈസ്, ഇപ്പോൾ 11:20 നമ്മൾ റൂം സ്റ്റേന്ന് ഇറങ്ങി രാവിലെ കൊളുക്കുമല പോയി. അതിൻ്റെ വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൂടുതൽ ഡയലോഗ്സ് ഒന്നും പറയാനില്ല. ചാടിയാ പോയത്. ഒന്നും പറയാനും ക്യാമറ എടുക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഏകദേശം 180 കിലോമീറ്റർ റേഞ്ചിലുണ്ട് പൂണ്ടിക്ക്. ഓക്കെ, അപ്പോൾ തുടങ്ങാം നമുക്ക്. നമ്മൾ 3 ബൈക്കിലായിട്ടാണ് പോകുന്നത്. എൻ്റെ CB 350 RS, മുമ്പിൽ അർജുനാണ്, അത് ക്ലാസിക് 350. പിന്നെ അതിന് മുമ്പിൽ ഹിമാലയനാണ്, മാജിഫും അവൻ്റെ വൈഫും. ഇത് റോഡ് അത്ര നല്ല റോഡൊന്നുമല്ല, താന്നും പൊന്തി കളിക്കുന്ന റോഡാണ്. ഹിമാലയൻ ആ റോഡിലൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റും. നമ്മുടെ ഈ വണ്ടി ക്ലാസിക് ആയാലും ചാട്ടം കൂടുതലായിരിക്കും. പിന്നെ ഹിമാലയന് സസ്പെൻഷൻ ട്രാവൽ കൂടുതലാണെന്ന് വിചാരിച്ച് അതിൻ്റെ കൺട്രോളിങ്ങിലോ കോർണർ കോൺഫിഡൻസിലോ പ്രശ്നമില്ല. അങ്ങനെ നമ്മുടെ വണ്ടി ഓടിച്ച് നടക്കുന്ന പോലെ മാജിഫ് അവന് എക്സ്പേർട്ടാണ് വണ്ടി ഓടിച്ചിട്ട്. അതേപോലെ നമ്മൾ ഓടിക്കുന്ന അതേപോലെ തന്നെ അവൻ ഓടിക്കും. അതുകൊണ്ട് പിടിക്കാൻ കിട്ടാൻ കുറച്ച് പ്രയാസം. കാരണം അവന് ബാഡ് റോഡ്സിൽ അവൻ്റെ ആ പേസിൽ തന്നെ പോകാൻ പറ്റും. നമുക്ക് അങ്ങനെയല്ല. ബാഡ് റോഡ്സ് വരുമ്പോൾ കുലുക്കം കൂടുമ്പോൾ നമ്മളതിനനുസരിച്ച് ഓട്ടോമാറ്റിക് സ്ലോ ആക്കും. ഇത് റോഡ് എന്ന് പറഞ്ഞാൽ റബ്ബറൈസ്ഡ് റോഡല്ല. ഇതുവരെ റബ്ബറൈസ്ഡ് റോഡായിരുന്നു. ഇപ്പം റോഡിൻ്റെ കോലം മാറി. ഇപ്പം നമ്മൾ നല്ല റോഡിലെത്തി. മൂന്നാർ ടു തേനി റോഡാണിത്. അടിപൊളി റോഡാണ്. ഇതിലാണ് നമ്മുടെ ഗ്യാപ്പ് റോഡൊക്കെ വരുന്നത്. റോഡും അടിപൊളിയാണ്, അതിൻ്റെ സീനറി അടിപൊളിയാണ്. കുറച്ചും കൂടി മൂന്നാർ സൈഡിലേക്ക് പോകുമ്പോഴാണ് അടിപൊളി റൂട്ടാണിത്. എല്ലാവർക്കും അറിയാവുന്ന റൂട്ടാണ്. അപ്പോൾ ഇനി തേനി പിടിക്കണം. തേനയിൽ നിന്ന് ഡിണ്ടിഗൽ സൈഡ് പിടിച്ചിട്ട്
അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊടൈക്കനാൽ ചുരം കയറും. അങ്ങനെ ആയിരിക്കും പോകുന്നത്. കൊടൈക്കനാൽ ടച്ച് ചെയ്തിട്ട് വേണം നമുക്ക് പൂണ്ടിയിലേക്ക് പോകാൻ. കൊടൈക്കനാലിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്ററോളം ഉണ്ട് പൂണ്ടി സൈഡ്. ഞാൻ കഴിഞ്ഞ വർഷം പോയതാണ്. അടിപൊളി ലൊക്കേഷനാണ്. നമ്മുടെ വട്ടവട ഒക്കെ പോലെ തന്നെ, പക്ഷേ വട്ടവടനേക്കാളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണിത്. ഒരു വാട്ടർഫോൾ ഉണ്ടല്ലേ, ഒരു നൈസ് വാട്ടർഫോൾ കേട്ടോ. അധികം വെള്ളമില്ല, എന്നാലും അടിപൊളി. നല്ലൊരു റോട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു വ്യൂ ഒക്കെ ആയിരിക്കും. അടിപൊളി. ഓ, കോട വന്നു ഗൈസ്, കോട വന്നു. ഞാൻ പറഞ്ഞല്ലേ കോട വരുന്ന്. തമിഴ്നാട് ഏരിയ എത്തിയോ? ഗവൺമെൻറ് ഓഫ് കേരള തന്നെയാണല്ലോ. ഒരു നെഞ്ചല്ലേ പോയത്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ബോധ്യമെട്ട്, മൂന്നാർ റേഞ്ച്. ഡിണ്ടിഗൽ 115, മധുര 118, നാഗർകോവിൽ 370, ബാംഗ്ലൂർ. ചെറിയ ചെറിയ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട്. ഏത് റൂട്ടായാലും ഇടുക്കി, മൂന്നാർ അല്ലെങ്കിൽ ഈ സൈഡുള്ള പശ്ചിമഘട്ടത്തിലൂടെയുള്ള നമ്മുടെ ഏത് ട്രിപ്പായാലും ചിലപ്പോൾ ഒറ്റ കെറുവലായിരിക്കും വ്യൂ മൊത്തത്തിലങ്ങ് മാറുന്നത്. അതുവരെ ഒരു നോർമൽ വ്യൂ ആണെങ്കിൽ ഇത് പെട്ടെന്ന് വ്യൂ മാറി. അതാണ് അവസ്ഥ. നൈസ് വ്യൂ. ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ, റൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫീല് കിട്ടണമെങ്കിൽ ബൈക്ക് റൈഡ് തന്നെ പോകണം കേട്ടോ. ആ ബൈക്ക് റൈഡും കിട്ടിയിട്ട് ആ ഫീലും കിട്ടിയിട്ട് കാഴ്ച കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് മക്കളെ. അതാണ്. പക്ഷേ ബി റെസ്പോൺസിബിൾ റൈഡർ, അതാണ് പറയാനുള്ളത്. നമ്മളങ്ങ് ടച്ച് പൊളിക്കല്ല. റോട്ടിലിടക്കിടക്ക് വെള്ളമുണ്ട്. അതായത് ഈ അരുവി സംഭവമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒലിക്കുന്നതാണെന്ന് തോന്നുന്നു. അർജുൻ മുന്നിലുണ്ട്, പക്ഷേ മാജിഫ് മുന്നേ പോയിട്ടുണ്ട്. മാജിഫിനെ കാണാൻ പോലും ഇല്ലല്ലോ. ഹിമാലയനല്ലേ, അതങ്ങ് കർവ് ചെയ്തെടുത്ത് നല്ല ഇനീഷ്യൽ ടോർക്ക് ഉള്ളതുകൊണ്ട് കയറി അങ്ങ് പോകാൻ പറ്റും. ഓരോ ഗിയറിലും ഇങ്ങനെ ഇനീഷ്യലി നല്ല കയറ്റാം. പിന്നെ അങ്ങോട്ട് ഇതും ഒക്കെ കണക്കാണ്. ക്ലാസ്സിക്കാണ് കുറച്ചുകൂടി ബാക്കോട്ട് നിൽക്കുക ആ കാര്യത്തിൽ. മിഡ് റേഞ്ചും ടോപ്പിൻ്റെ ഒക്കെ ഇതും കൊള്ളാം, പൊളിയാണ്. ഹിമാലയനോടൊക്കെ പിടിച്ച് നിൽക്കുന്ന ടൈപ്പാണ്. പക്ഷേ ഇനീഷ്യൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ ഗിയർ ഷിഫ്റ്റ് കൂടുതലാണ്. ഇനീഷ്യൽ ടോർക്ക് അത്രത്തോളം ഇല്ല. അതിൻ്റെയൊക്കെ ഒരു ഇത് നമുക്ക് ഓവർടേക്കിങ് സമയത്തും അതേപോലെ തന്നെ ഒരു കർവ് വളച്ച് കഴിഞ്ഞ അവിടെയൊക്കെ കിട്ടും. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഗിയർ ഡൗൺ ചെയ്തിട്ട് നമ്മൾ പിടിക്കുകയാണെങ്കിൽ കൂടെ പിടിക്കാൻ പറ്റും. ഇനി നമുക്ക് ഹിമാലയനെ പിടിക്കാം. ഓക്കെ, പോയി നോക്കാം. ഹിമാലയനെ പിടിക്കുമ്പോൾ അർജു ബാക്കിലാവും, അതാണ് ഒരു പ്രശ്നം. സ്ലോപ്പും കർവും കൂടി വരുമ്പോൾ നല്ല സ്ലോ ആക്കില്ലെങ്കിൽ വണ്ടി പോയി സൈഡിൽ പോയി അടിക്കും. ടെക്നിക്കൽ സ്കില്ലുള്ളവർ കൗണ്ടർ സ്റ്റിയറിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യും. കൗണ്ടർ സ്റ്റിയറിംഗ് ഒക്കെ ഞാനും ചെയ്ത് നോക്കാറുണ്ട്. യൂട്യൂബൊക്കെ നോക്കിയിട്ടുള്ള ഒരു കൗണ്ടർ സ്റ്റിയറിംഗ് ഇല്ലേ, പക്ഷെ അതൊരു പക്കാ ടെക്നിക്കൽ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എന്നിരുന്നാൽ പോലെ അത്രയും സ്പീഡിൽ മാജിനെ കണ്ടു. ആ വണ്ടീനൊക്കെ ഓവർടേക്ക് ചെയ്ത് മുന്നിലുണ്ട്. അർജുനും കൂടെ പിടിക്കുന്നുണ്ട്. അത് പ്രശ്നമല്ല.
ഒരു ഇളനീര് കുടിക്കാം. ഓക്കെ, ഒരു ഇളനീര് വെട്ടി കുടിച്ചതിന് ശേഷം കാണാം. തമിഴ്നാട് ഹൈവേയിൽ പൊളിക്കാൻ നല്ല സുഖമാണ്, നല്ല രസമാണ്. എൻ്റെ വണ്ടിക്ക് വോബിളിങ് ഉണ്ടോ നോക്കട്ടോ. CB 350 RS വോബിളിങ് ഉണ്ട്. 100 വരെ കയറ്റി ഇല്ല കേട്ടോ, ഒരു പ്രശ്നമല്ല. നല്ല രസമാണ് തമിഴ്നാട് ഹൈവേയിലൂടെ പോകാൻ. മെയിനായിട്ട് അവരുടെ ഇതേപോലുള്ള ഹൈവേ 2 ലൈൻ ഹൈവേയിൽ സൈഡിൽ പുളിമരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മരങ്ങളുണ്ടാവും. അപ്പോൾ ഓവറായിട്ട് ചൂടുണ്ടാവില്ല. പല തമിഴ്നാട് ഹൈവേയിലും കോമൺ ആയിട്ട് കാണുന്ന സംഭവം. പ്രത്യേകിച്ച് ഈ കൊടൈക്കനാൽ പോകുന്ന റൂട്ടിലൊക്കെ ഫുള്ള് പുളിമരങ്ങളുള്ള റൂട്ടുണ്ട്. ഇതിപ്പോൾ വേറെ റൂട്ടാണ്, എന്നാലും സൈഡിലൊക്കെ മരങ്ങളുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് വരുന്ന ലൊക്കേഷൻ നോക്കട്ടോ. ഇത് കണ്ടില്ലേ, സൈഡിൽ ഫുള്ള് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലൂടെ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ്. ഇത് പുളിമരങ്ങളാണ്. നല്ല വൈബിയായിട്ട് പോകാൻ പറ്റും. അതും അതൊരു അത്യാവശ്യം നമുക്ക് കംഫർട്ടബിളായിട്ട് 80, 90, 100 പിടിച്ച് പോകാൻ പറ്റും. വണ്ടി സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ക്രോസ് വിൻസ് വരും, അത് തമിഴ്നാട്ടിൽ കോമൺ ആണ്, അത് ശ്രദ്ധിക്കണം. കണ്ടില്ല വേക്കോടൊക്കെ സൈഡിലൊക്കെ അതൊക്കെ പുളിമരങ്ങളാണ്. ഇവിടെ അങ്ങനെ അങ്ങോളുണ്ട്, അവിടെ അങ്ങനെ ഉണ്ട്. ചിലയിടത്തൊക്കെ ഫുള്ള് നിരനിരമായിട്ട് പറ്റിയായിട്ട് നല്ല രസമാണ് കാണാം. ജസ്റ്റ് ഒരു ബ്രേക്കാണ്, 5 മിനിറ്റ് ബ്രേക്ക്. ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ജസ്റ്റ് ഒരു മീൽ കഴിച്ചു, അടിപൊളി മീലാണ്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ്. 120 റേഞ്ചിൽ മീൽസിന് മാത്രമാവും വെച്ച്. അപ്പോൾ കൊടൈക്കനാൽ റോഡിലേക്ക് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ പുളിമരം ഇപ്പുറത്തെ പുളിമരവും കൂട്ടി വെച്ച് ഇങ്ങനെ ഒരു കവാടം പോലെ ഉണ്ടാക്കിക്കുക. തണലും പ്രത്യേക രസമാണ്. കണ്ടില്ലേ, കവാടം, പുളിമരം കൊണ്ട് കവാടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി കൊടൈക്കനാൽ പോവാ. അവിടുന്ന് മാജിഫ വൈഫും അവിടുന്ന് സ്പ്ലിറ്റ് ആവും. ഞാനും അർജുനും കൊടൈക്കനാലിൽ നിന്ന് നേരെ പൂണ്ടി പിടിക്കും. ഇതേതാ ഡാം അറിയില്ല കേട്ടോ, ഞാൻ കിട്ടിയ താഴെ മെൻഷൻ ചെയ്യാം. അടിപൊളി വൈബ്. എന്താല്ലേ, എർത്ത് ഡാമാണ്. കാരണം എർത്ത് കൊണ്ടാണ് തടുത്ത് വെച്ചിട്ടുള്ളത്, അല്ലാതെ കോൺക്രീറ്റ് ഇതൊന്നും വെച്ചിട്ടില്ല. ഓ കിട്ടില്ല വ്യൂ. കൊടൈക്കനാലിലേക്ക് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. കൊടൈക്കനാലിലേക്ക് ഇനി ഒരു 30 കിലോമീറ്റർ റേഞ്ചിലൊക്കെയാണ് ഉണ്ടാവുക. മാപ്പ് ഇട്ടിട്ടില്ല, നമ്മൾ ഡയറക്റ്റ് ബോർഡ് നോക്കിയിട്ടാണ് പോകുന്നത്. സ്ട്രൈറ്റ് കൊടൈക്കനാലിലേക്കാണ് പോകുന്നത്, കൺഫ്യൂഷൻ ആകാനൊന്നുമില്ല. പിന്നെ മാപ്പിലുള്ള മാജിപ്പ് മുന്നിൽ പോയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനും അർജുനും ഒന്ന് സ്ലോ ആക്കി. ഒരു ഫ്രൂട്ട്സ് റെസ്റ്റാണ്, നാരങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാജിഫിൻ്റെ തള്ളലുണ്ട് കൂടെ. ചെറിയൊരു മാറ്റമുണ്ട് മുമ്പ് പറഞ്ഞത്. അതായത് മാജിഫും എൻ്റെ വൈഫ് കൂടി വേറെ റൂട്ട് പോകാമെന്ന് പറഞ്ഞല്ലോ, അത് മാറ്റി. അവർ പകുതി വെച്ച് നമ്മളെ കൂടെ തന്നെ പോരുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പൂണ്ടി പിടിക്കുകയാണ്. പൂണ്ടി പോളൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് പിടിക്കുന്നത്, ലൊക്കേഷൻ ഇട്ടിട്ടുള്ളത്. പൂണ്ടിയും കഴിഞ്ഞ് കുറച്ചുകൂടി പോയാലാണ് പോളൂരെത്തുക. എന്തായാലും ആ ഭാഗത്ത് എവിടെയെങ്കിലും റൂം സ്റ്റേ കിട്ടി അവിടെ നിൽക്കും. എന്നിട്ട് വൈകുന്നേരം പറ്റിയാൽ എക്സ്പ്ലോർ ചെയ്യും. വൈകുന്നേരം അല്ല, അവിടെ എത്തുമ്പോൾ തന്നെ 6 മണി കഴിയും. ഇപ്പോൾ 5 മണി കഴിഞ്ഞു. ഇനി നമുക്ക് 50 കിലോമീറ്ററിൻ്റെ അടുത്ത് പോകാനുണ്ട്. പൂണ്ടി, പൂമ്പാറ, അതേപോലെ തന്നെ മന്നവന്നൂർ, ആ റൂട്ടാണത്. അതിൽ കയറി ഇനി ഏകദേശം പോളൂർക്ക്, അതായത് ഈ റോഡിൻ്റെ ഏകദേശം അറ്റായിട്ട് വരും. അത് 40 കിലോമീറ്റർ ഉണ്ട്. പൂണ്ടി ഒരു 5-8 കിലോമീറ്റർ ഇപ്പുറം, ഒരു 32 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ പൂണ്ടി എത്തും. പോകുന്ന വഴിയിൽ ക്ലൗഡ് ബെഡ് ഉണ്ട്. ഈ ക്ലൗഡ് ബെഡിൻ്റെ കാര്യം ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച് ഇന്ന് കൊളുക്കുമല പോയപ്പോൾ അവിടെ ക്ലൗഡ് ബെഡ് മര്യാദ കിട്ടിയില്ല.
പക്ഷേ ഇപ്പുറത്ത് ഇതാ കുറച്ച് അകലാണെങ്കിലും നല്ല ക്ലിയറായിട്ട് നിൽക്കുന്ന രീതിയിൽ, ഒരു ബെഡായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ക്ലിയറായിട്ട് നമുക്ക് കിട്ടി. ഇതേ രീതിയിലാണ് പൂണ്ടിയിലേക്കുള്ള റോഡ് പോകുന്നത്. വലിയ വീതിയൊന്നും ഉണ്ടാവില്ല, തിരക്കും കുറവാണ്. പക്ഷേ നാളെ ന്യൂ ഇയർ അല്ലേ, കൊടൈക്കനാൽ നല്ല ബ്ലോക്കായിരുന്നു, പെരും ബ്ലോക്ക്. ബൈക്കൊക്കെ ആയതുകൊണ്ട് കഴിച്ചിലായി പോന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കിടക്കാം. ഫുൾ യൂക്കാലിപ്സ് ആട്ടാ. എനിക്ക് ഈ വീഡിയോയിൽ 2 മെയിൻ കാര്യം മിസ്സിങ് ആണ്. ഒന്നാമത് ഇവിടുത്തെ തണുപ്പ്, ആ ഒരു തണുപ്പ്, പിന്നെ ഇവിടുത്തെ ഈ യൂക്കാലിപ്സിൻ്റെ ആ സ്മെല്ലും. നമ്മൾ ക്യാമറയിലെ വീഡിയോയിലോ കാണുന്ന വൈബ് ഒരിക്കലും നമുക്ക് റിയലായിട്ട് ഫീൽ ചെയ്യുന്ന വൈബായിരിക്കില്ല. അത് ജസ്റ്റ് കണ്ടുകൊണ്ട് കാണുന്ന, ബാക്കി സെൻസുകൾ കൊണ്ട് നമ്മളിതിങ്ങനെ ആവാഹിച്ചെടുക്കല്ലേ. ആ ഫീല് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. ഞാൻ സെക്കൻഡ് ടൈമാണ് ഈ റൂട്ട് വരുന്നത്. സെക്കൻഡ് ടൈം സ്റ്റിൽ ഫസ്റ്റ് ടൈം വന്ന പോലെ തന്നെ ഒരു വൈബ്, അതൊരു പ്രത്യേക വൈബാണ്. ഇവിടുന്ന് റൈറ്റാണ് പോകുമ്പോൾ നേരെ കൂകൽ നേരെ പോയിട്ട് കുറച്ച് പോയിട്ട് റൈറ്റ് അടിക്കണം. ഈ റൂട്ടിലെ ഡെഡ് എൻഡ്, ഒരു ഡെഡ് എൻഡ് പോളൂര്, പിന്നെ ഇപ്പുറത്ത് കൂടെ ഉള്ള റൂട്ടിലെ ഡെഡ് എൻഡ് കിളവരെ. അപ്പുറത്ത് കൂടെ എസ്കേപ്പ് റൂട്ട് എന്നുള്ള റൂട്ടുണ്ട് വട്ടവടയൊക്കെ എത്തുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറം കേരള. ഗൂഗിൾ മാപ്പ് പറയുന്നത് 723 BF-നാണ് പോളൂരെത്തുള്ളൂ. നല്ല കോടയാണ്. മാത്രമല്ല ഓപ്പോസിറ്റ് ഈ ചെറിയ റോഡിലൂടെ തുരുത്തുര വണ്ടി വന്നുകൊണ്ടിരിക്കുക.